അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കടം കൊണ്ട് വലയുന്നവർ, കടം വീഴാൻ ഗതിയില്ലാത്ത ആൾക്കാർ. ഇൻഷാ അല്ലാഹ് ഈ അമല് നിങ്ങൾ ചെയ്തു നോക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. നിങ്ങൾ എല്ലാ വഴികൾ അടഞ്ഞിട്ടുണ്ട് എങ്കിലും കടം വീടാനുള്ള ഒരു മാർഗമില്ലെങ്കിൽ നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഇത് ചെയ്തു നോക്ക്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി അല്ലാഹു നൽകുന്നതാണ്. ഒരു മഹത്തായ അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് കടക്കാർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരെയും ഞങ്ങളുടെയും മുഴുവൻ കടങ്ങളും നീ വീട്ടണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടം വലിയ ഗൗരവമുള്ള കാര്യമാണ്, വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കടം നമ്മൾ മേടിക്കാവൂ. ചിലര് പല ന്യായങ്ങൾ പറഞ്ഞിട്ട് കടം മേടിക്കും. ഞാൻ ഇന്ന ജനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ട്, അതാത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അയാളെ കയ്യിൽ നിന്ന് കടമെന്ന് മേടിച്ചെടുത്തിട്ട് ഓരോ ഒഴിവ് തിരുവൽ നമ്മൾ പറയാറുണ്ട്. കടം തന്ന വ്യക്തി ഒരുപാട് ഇടങ്ങേറാക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ലെങ്കിൽ തന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മുഅ്മിനീങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഭാരതന്മാരായ സഹാബാക്കൾ പറയുകയാണ്, ഇല്ല നബിയേ, പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ച് കടമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കടമുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ മയ്യത്ത് നിസ്കരിച്ചോ എന്ന് നബിയനാ റസൂലുള്ളാഹി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? അവിടെ സഹാബാക്കൾക്ക് എന്തുകൊണ്ടിട്ടാണ് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞത്? കടത്തിന്റെ ഗൗരവം അത്രത്തോളമാണ്. ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കുകയാണ്, പിന്നെ നമ്മൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാതെ നമ്മൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കടം നമ്മൾ ആരെ കയ്യിൽ നിന്ന് മേടിച്ചാലും അത് എഴുതിയിട്ട് നമ്മൾ നിർബന്ധമായി കൊടുത്തിരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒട്ടകത്ത് ഒരാളിന്റെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ കടം മേടിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്. എന്റെ ഒട്ടകത്തെ എനിക്ക് വേണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബാക്കളോട് പറയുകയാണ്, സഹാബ, എന്റെ ഒട്ടകക്കൂട്ടങ്ങൾ ഇടയിൽ പോയി നിങ്ങൾ തിരയണം. ഈ മനുഷ്യന്റെ ഒട്ടകം ഏതാണെന്ന് നിങ്ങൾ തിരയണം. തിരഞ്ഞിട്ട് ആ ഒട്ടകം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ പോയി തിരഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കടം മേടിച്ച് ഒട്ടകത്തെ കാണുന്നില്ല. സഹാബാക്കൾ വന്ന് പറഞ്ഞു, നബിയേ, ആ ഒട്ടകത്തെ ഞങ്ങൾ കാണുന്നില്ല നബിയേ. അതിനേക്കാൾ നല്ല ഭംഗിയുള്ളതും തടിച്ചതും കൊഴുത്തതുമായ ഒട്ടകങ്ങളാണ് നബിയെ അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിൽ നിന്ന് നല്ല ഒരു ഒട്ടകത്തെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒട്ടകം കടം കൊടുത്തയാൾ ആ ഒട്ടകത്തെ മേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, കടം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനുഷ്യൻ അങ്ങാണ് നബിയേ, അങ്ങാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ആര് എന്തൊരു വസ്തു കടന്നു കഴിഞ്ഞാലും അത് നമ്മൾ കൊടുക്കണമെന്നൊരു മനസ്സ് നമുക്ക് വേണം. അത് മാത്രമല്ല, അത് അല്ലാഹുവിന്റെ അടുക്കൽ കടം കൊടുക്കാതിരുന്നാൽ വലിയ ഒരു പാപമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി കടം കൊടുത്തയാൾക്ക് ചില മര്യാദകളുണ്ട്. അദ്ദേഹം ഞങ്ങളിൽ നിന്ന് കടം ആരാണോ മേടിച്ചത് അദ്ദേഹത്തിന്റെ സാവകാശം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാപ്പ് ചെയ്ത് കൊടുക്കലൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ഇനി അദ്ദേഹം കടം തന്ന വ്യക്തി മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് വലിയ പാപമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ വെച്ച് തീർക്കണം. അത് കൊടുത്ത് നമ്മൾ പൊരുത്തപ്പെടിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കടം
കൊണ്ട് വലയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പെട്ടെന്ന് കടം വീഴാൻ ഇൻഷാ അല്ലാഹ് കഴിയും. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ വഴികളും അടഞ്ഞു നിത്യ ദാരിദ്ര്യം പിടികൂടി അല്ലെങ്കിൽ കടം കുന്നുകൂടി വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നിലച്ചു അങ്ങനെയുള്ളവരെല്ലാം അള്ളാഹുവിനെ പരമേൽപ്പിച്ച് നല്ല രീതിയിൽ നല്ല വിശ്വാസത്തോടെ നല്ല ഇഖ്ലാസോടെ നല്ല വിശ്വാസത്തോടെ ഈ അമൽ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം വേഗം അല്ലാഹു നൽകുന്നതാണ്. ഇത് പലരും പ്രവർത്തിച്ച് ഫലം കണ്ടിട്ടുള്ളവർ ഉള്ളതാണ്. പലർക്കും ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടങ്ങൾ വീട്ടിയിട്ടുള്ളതാണ്. അതിനുള്ള വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. ഇത് ചെയ്യാനുള്ള നിബന്ധനകൾ wudu നമുക്ക് വേണം. എപ്പോഴും wudu നമുക്കുണ്ടായിരിക്കണം. ഈ അമൽ ചെയ്യുമ്പോൾ നമ്മൾ wudu ഉള്ളവരായിരിക്കണം. ഖിബ്ലയ്ക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഇടയ്ക്ക് മറ്റാരും സംസാരിക്കാതെ മറ്റു വിഷയങ്ങൾ സംസാരിക്കാതെ ഖിബ്ലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താനും പാടില്ല. തുടങ്ങാൻ ഏറ്റവും നല്ല സമയം വെള്ളിയാഴ്ച ളുഹറിന്റെയും അസറിന്റെയും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പൊ തുടക്കത്തിന് ഏറ്റവും നല്ല സമയം വെള്ളിയാഴ്ച ളുഹറിന്റെയും അസറിന്റെയും ഇടയ്ക്കുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ അവസാന ദിവസം ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ചെയ്യുക. ഓതേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 100 പ്രാവശ്യം നമ്മൾ ഓതണം. ഞാൻ ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 100 പ്രാവശ്യം നമ്മൾ ഓതണം. എത്ര പ്രാവശ്യമാണ്? 100 പ്രാവശ്യം. ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സലാത്ത് നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏത് സലാത്താണോ നിങ്ങൾക്ക് അറിയാവുന്നത് ആ സലാത്ത് 100 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ ഈ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ ദുആ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ദുആ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യണം? 70 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ കരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി നല്ല രീതിയിൽ നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് ഭക്ഷണം തരുന്നവനാണ് അല്ലാഹു. നമുക്ക് ആയുസ് തരുന്നവനാണ് അല്ലാഹുവേ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ കടമുള്ളവരുണ്ട് റബ്ബേ. അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങൾ ചെയ്തിട്ട് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ, ഞാൻ ഈ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നീ നിറവേറ്റി തരണേ അല്ലാഹ്. നീ എങ്ങനെ എന്റെ കടം വീടാനുള്ള വഴികൾ വിശാലമാക്കിയാൽ ഞാൻ അതിൽ നിന്ന് ദാനധർമ്മം ചെയ്യാ റബ്ബേ. അല്ലാഹുവേ, ഞാൻ അതിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാം അല്ലാഹ്. ഞാൻ നന്ദിയുള്ളവനായി മാറുന്നവനാണ് അല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ റബ്ബ് വീട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരല്പം എടുത്ത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. അതുപോലെ അല്ലാഹുവിന് വേണ്ടി ദിക്റുകൾ ധാരാളം ചൊല്ലുക, സലാത്തുകൾ ചൊല്ലുക. അല്ലാഹു ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. അപ്പൊ എത്ര ദിവസം നമ്മൾ ചെയ്യണം? ഇങ്ങനെ 3 ദിവസമോ 7 ദിവസമോ നമ്മൾ ചെയ്യുക. അല്ലാഹു സർവ്വ ഐശ്വര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലൂടെ നമ്മൾ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബനാ കമാ റബ്ബൗനാ സഗാറ. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ
ഉൾപ്പെടുത്തണേ അല്ലാ. ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനായ റബ്ബേ. പടച്ചവനെ ഞങ്ങളെ ഈ മജ്ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാ. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ കടക്കാറുണ്ട് റബ്ബേ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുണ്ട്, ഭവനം നൽകണേ അല്ലാ. എത്രയോ പേര് വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, സ്വന്തമായി ഭവനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സർവ്വവിധാപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം നീ കാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാര്യങ്ങളും സാലിഹ്യങ്ങളും പണ്ഡിതന്മാരും ഹാഫിളീങ്ങളും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും അല്ലാഹുവേ നാട്ടിനുമൊക്കെ ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവനെ. ഖാലിഖായ റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, സമ്പത്തിന്റെ വഴികൾ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, കേസുകളിൽ നിന്ന് കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.